തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബന്ധുവിനെ ആക്രമിച്ച ആളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അരുവിക്കര സ്വദേശി അനിൽകുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ബന്ധുവായ പ്രവീണിനെ കഴിഞ്ഞ ദിവസം ചുറ്റികയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കാട്ടാക്കടയിൽ തൻ്റെ ബന്ധുവിനെ അരുവിക്കരയിൽ കാട്ടാക്കടയിൽ ബന്ധുവിനെ ആക്രമിച്ച ആളാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അരുവിക്കര സ്വദേശിയായ അനിൽകുമാറാണ് മരിച്ചത്. തൻ്റെ ബന്ധുവിനെ ചുറ്റികയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച വ്യക്തി കൂടിയാണ്. കൂടുതൽ വിവരങ്ങൾ പ്രജിത്ത്. വിനോദ്, കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 9 മണിയോടെയാണ് വീട്ടിൽ അതിക്രമിച്ച് കയറി സോഫയിൽ ഉറങ്ങിക്കിടന്ന ബിനു എന്നയാൾ, ബിനു അഥവാ പ്രവീൺ ബിനു എന്നാണ് വിളിക്കുന്നത്, 42 വയസ്സുള്ള ആളാണ്. ഇയാളെ ഈ പറയുന്ന അനിൽകുമാർ ചുറ്റിക കൊണ്ട് ആക്രമിച്ചത്. 10 തവണയാണ് ഈ ബിനുവിന്റെ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ചത്. ബിനു മരിക്കുമെന്ന് ഉറപ്പായതോടുകൂടിയായിരുന്നു ഈ അനിൽകുമാർ പിന്നീട് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ചത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്, പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ പരിക്കേറ്റ പ്രവീൺ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. 10 തവണ ചുറ്റിക വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആക്രമണത്തിലേക്ക് നയിച്ച കാരണം എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ബിനുവിന്റെ അവസ്ഥയും ഗുരുതരമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. വിനോദ്, കാട്ടാക്കടയിലാണ് ബന്ധുവിനെ ആക്രമിച്ച ആളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അരുവിക്കര സ്വദേശി അനിൽകുമാറാണ് തൂങ്ങി മരിച്ചത്. ഇദ്ദേഹം ബന്ധുവായ പ്രവീണിനെ കഴിഞ്ഞ ദിവസം ചുറ്റികയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത് മോഹൻ.